പശ്ചിമബംഗാളിലെ റെക്കോർഡ് പോളിംഗ് തുണയ്ക്കുമെന്നുള്ള പ്രതീക്ഷയിലാണ് തൃണമൂൽ കോൺഗ്രസും BJP-യും. 92.3 പോളിംഗ് ആണ് സംസ്ഥാനത്ത് രേഖപ്പെടുത്തിയത്. അന്തിമ കണക്ക് പുറത്തു വന്നിട്ടില്ല. അതേസമയം മുന്നണികൾ രണ്ടാം ഘട്ട പ്രചാരണത്തിലേക്ക് കടന്നു. പ്രധാനമന്ത്രിയും അമിത്ഷായും ഇന്ന് പ്രചാരണത്തിനായി ബംഗാളിലെത്തും. മമതാ ബാനർജിയും വിവിധ റാലികളിൽ പങ്കെടുക്കും. YS അഭിനന്ദ് ചേരുന്നു. അഭിനന്ദ്, ആദ്യഘട്ടം അത് റെക്കോർഡുകൾ ഭേദിച്ചുകൊണ്ടുള്ളതായിരുന്നു. കനത്ത പോളിംഗ് ആയിരുന്നു. ഈ ചൂടത്തും ആവേശത്തോടെ ആളുകൾ എത്തി വോട്ട് ചെയ്യുന്ന ഒരു കാഴ്ചയായിരുന്നു. ഇനിയിപ്പോൾ വിവിധ റാലികളുണ്ട്. പ്രചാരണത്തിന്റെ മറ്റൊരു ഘട്ടം. എന്താണ് ബംഗാളിൽ നടക്കുന്നത്? റോഷി 92% എന്ന് പറയുമ്പോൾ തന്നെ അറിയാം, റെക്കോർഡ് പോളിംഗ് ആണ് യഥാർത്ഥത്തിൽ പശ്ചിമ ബംഗാൾ രേഖപ്പെടുത്തിയത്. തെരഞ്ഞെടുപ്പ് ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഇത്ര വലിയൊരു പോളിംഗ് ശതമാനം രേഖപ്പെടുത്തുന്നതെന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. SIR-ലൂടെ തന്നെ ഏറ്റവും കൂടുതൽ പ്രശ്നം അത് ഉന്നയിച്ചത് മമതാ ബാനർജി ആയിരുന്നു. അനധികൃതമായിട്ട് ആളുകളെ വോട്ടർ പട്ടികയിൽ നിന്ന് മാറ്റിയെന്നൊക്കെ ആരോപിച്ച സുപ്രീം കോടതി വരെ ആ പോരാട്ടം നീളുന്നതെന്ന് നമ്മൾ കണ്ടതാണ്. ഏതാണ്ട് 90 ലക്ഷത്തിലധികം വോട്ടർമാരെ ആയിരുന്നു പട്ടികയിൽ നിന്ന് നീക്കം ചെയ്യുകയും ചെയ്തു. ഇതൊക്കെ പ്രതിഫലിച്ചിട്ടുണ്ട് പോളിംഗ് ശതമാനത്തിലെന്നാണ് വിലയിരുത്തൽ. പക്ഷേ ഉയർന്ന പോളിംഗ് ശതമാനം തങ്ങൾക്ക് അനുകൂലമാകുമെന്നായിരുന്നു ഇന്നലെ മമതാ ബാനർജി വ്യക്തമാക്കിയത്. ഭരണാനുകൂല തരംഗമത ആഞ്ഞടിക്കുമെന്ന് മമതാ ബാനർജി വ്യക്തമാക്കി. മമതയുടെ യുഗം അവസാനിച്ചു എന്നായിരുന്നു കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ പറഞ്ഞത്. കാരണം തൃണമൂൽ കോൺഗ്രസിന്റെ ഭരണം അത് അങ്ങേയറ്റം ജനങ്ങൾക്ക് വലിയ രീതിയിലുള്ള രോഷമുണ്ടാക്കിയ രോഷമാണ് പോളിംഗ് ബൂത്തുകളിൽ വോട്ടുകളായി മാറിയത് എന്നാണ് കേന്ദ്ര ആഭ്യന്തരമന്ത്രി എന്തായാലും വ്യക്തമാക്കുകയും ചെയ്ത്. ആദ്യഘട്ട തിരഞ്ഞെടുപ്പിൽ വലിയ പ്രതീക്ഷയാണ് NDA-യ്ക്കും ഒപ്പം തന്നെ തൃണമൂൽ കോൺഗ്രസിനുമുള്ളത്. ഇരു മുന്നണികളും കൂട്ടലും കിഴിക്കലിലുമൊക്കെ കടന്നിട്ടുമുണ്ട്. രണ്ടാം ഘട്ട പോളിംഗിന് വേണ്ടിയിട്ടുള്ള തെരഞ്ഞെടുപ്പ് പ്രചാരണം അതിന്റെ ഉച്ചസ്ഥായിലേക്ക് ഇപ്പോൾ എത്തിയിരിക്കുകയാണ്. ഇന്ന് മുതൽ വീണ്ടും അതിന്റെ പ്രചാരണം ആരംഭിക്കും. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ആഭ്യന്തരമന്ത്രി അമിത്ഷായും തന്നെയാണ് നേരിട്ട് പ്രചാരണത്തിനിറങ്ങുന്നത്. മമതാ ബാനർജിക്കെതിരെ രൂക്ഷമായിട്ടുള്ള വിമർശനം, അഴിമതി ആരോപണങ്ങൾ അടക്കം ഉന്നയിക്കുവാനുള്ള തീരുമാനത്തിലേക്കാണ് കടക്കുന്നത്. മമതാ ബാനർജി പ്രധാനപ്പെട്ട റാലികളിലൊക്കെ തന്നെ ഇന്ന് പങ്കെടുക്കും. ഈ തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഇരട്ടത്താപ്പടക്കം തുറന്നു കാണിക്കുന്ന പ്രചാരണം അതാണ് ഇപ്പോൾ തൃണമൂൽ കോൺഗ്രസ് കൈക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും വാശിയേറിയ പോരാട്ടമാണ് പശ്ചിമ ബംഗാളിൽ നടന്നത്. ആദ്യഘട്ടത്തിൽ ഇന്നലെ നമുക്ക് പ്രതിഫലിച്ചു. രണ്ടാം ഘട്ട വോട്ടെടുപ്പ് 29-ാം തീയതിയാണ്. അതും ആ സമയത്തും അത് ഉണ്ടാകുമെന്ന് തന്നെയാണ് മുന്നണികൾ വ്യക്തമാക്കുന്നത്. എങ്ങനെയെങ്കിലും ഭരണം പിടിക്കാൻ NDA-യും ഭരണം നിലനിർത്താൻ തൃണമൂൽ കോൺഗ്രസും തമ്മിലുള്ള വാശിയേറിയ പോരാട്ടത്തിന്റെ ഫലം എന്താണെന്ന് മെയ് 4-ാം തീയതി നമുക്കറിയാൻ സാധിക്കും. റോഷ്നി, അന്തു. കാത്തിരിക്കുകയാണ് ആ ഫലം അറിയാൻ. YS അഭിനന്ദാണ് വിശദാംശങ്ങൾ നൽകിയത്. വളരെ